എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാറടയും സാക്കുറയും അവർ രണ്ടുപേരും വീട്ടിലെ ചില വർക്കൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പൊ പാത്രമൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും നറൂട്ടോയുടെ ഫാമിലി ഡേയെ കുറിച്ചുള്ള സ്പീച്ച് ടി വിയിൽ ഓടുന്നത് കാണുക. സാക്കുറ സാറടയോട് പറയും, ഈ ദിവസം പോലും എനിക്ക് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഐ എം സോറി സാറട. അതിന് സാറട അവൾ സിമ്പിളായിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ ബറൂട്ടോയുടെ അടുത്തേക്ക് പോവാണ്, ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ട്രെയിനിങ് ഒക്കെ എടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ട് പുറത്തേക്ക് പോവും. കട്ട് ചെയ്താ സാസുക ആളിപ്പോ ഓൾറെഡി ലീഫ് വില്ലേജിലേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ ചുറ്റും നോക്കും, എല്ലാവരും ഫാമിലി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഉടനെ സാസുക മാസ്റ്റർ എന്നൊരു വിളി കേട്ട് സാസുക തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ബൊറൂട്ടോ. ബൊറൂട്ടോ പറയും, ഇന്ന് ഫാമിലി ഡേ ആണ്, സോ നിങ്ങളും ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണോ വന്നത്? പക്ഷെ സാസുകയ്ക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. സാസുക ബൊറൂട്ടോയോട് ഒരല്പനേരം സംസാരിച്ച് ഇപ്പോ പഴയ ആ നദിക്കരയിലേക്ക് നടന്നെടുക്കും. അവൻ ആ നദിക്കര കാണുമ്പോൾ തന്നെ പഴയ ചില മെമ്മറീസ് അവന്റെ മനസ്സിലേക്ക് വരും. അവനും പപ്പയും പണ്ട് ട്രെയിനിങ് എടുത്തത്, അവൻ കളിച്ചു നടന്നത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ സാസുക ആലോചിക്കും. അപ്പോഴായിരിക്കും സാറട സാസുകയെ കണ്ട് ആളുടെ അടുത്തേക്ക് വരിക. അതിനുശേഷം സാസുക സാറടയും കൂട്ടി ഇപ്പോ ടൗണിലൂടെ നടക്കുകയാണ്. അവൾക്ക് കൊച്ചു കൊച്ചു കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് അവരങ്ങനെ ഹാപ്പി ആയിട്ട് മുൻപോട്ടേക്ക് പോകും. അങ്ങനെ അവർ കുറച്ചു ദൂരം കൂടെ മുൻപോട്ട് പോകുമ്പോഴായിരിക്കും നറൂട്ടോയും ഹീമാവരിയും അവർ രണ്ടുപേരും ആ ടൗൺ മുഴുവൻ കയറി ഇറങ്ങി നടക്കുന്നത് അവർ കാണുക. ഹീമാവരിക്കാണെങ്കിൽ ഇപ്പോഴും ആ കുറാമ ഡോള് അത് കണ്ടെത്താൻ പറ്റുന്നുള്ള വിശ്വാസമാണ്. പക്ഷെ നറൂട്ടോയ്ക്ക് ഇപ്പൊ ആ വിശ്വാസം തീരെയില്ല. പക്ഷെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവനിപ്പോ അവളെയും കൂട്ടി അവിടെ മുഴുവൻ ചുറ്റി നടക്കും. സാറടയാണെങ്കിൽ ഇപ്പൊ ഹീമാവരി തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കാണുമ്പോ സാസുവയ്ക്ക് അവന്റെ കുട്ടിക്കാലം ഓർമ്മ വരും. സാറടയെ എനിക്ക് തോളിലേറ്റണമെന്ന് പറഞ്ഞ് സാറടയുടെ മുൻപിലേക്ക് വന്ന് അവളോട് തോളിൽ കയറാൻ പറയും. പക്ഷെ സാറടയ്ക്കാണെങ്കിൽ അതിഷ്ടാവില്ല. അവൾ മുഖം തിരിച്ച് അവിടുന്ന് നടന്നു പോവും. ഉടനെ അത് കണ്ട് സാസുവയ്ക്ക് അവൻ ഒരുപാട് വിഷമമായി തല താഴ്ത്തി നിൽക്കും. ഈ കാഴ്ചകളൊക്കെ കണ്ട് കാക്കാഷി മാസ്റ്റർ ആളിപ്പോ സാസുകയുടെ അടുത്തേക്ക് വന്ന് സാസുകയെ സമാധാനിപ്പിക്കുകയാണ്. കാക്കാഷി ഒരു ബുക്ക് എടുത്ത് ഇപ്പൊ അവന്റെ കയ്യിൽ കൊടുക്കും. ഇത് വായിക്കുകയാണെങ്കിൽ നിനക്കും ഈ പ്രായത്തിലുള്ള പെൺകുട്ടികള് അവരെന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഉടനെ സാസുക അവൻ ആ ബുക്കൊക്കെ വായിച്ച് മുൻപോട്ടേക്ക് നടന്നു വരും. അപ്പോഴായിരിക്കും മാസ്റ്റർ ഷിനോ അവന്റെ അടുത്തേക്ക് വരിക. ഒരല്പനേരം ക്യാഷ്വലായിട്ട് സംസാരിച്ച് സാസുക വീണ്ടും സാറുടെ അടുത്തേക്ക് വരും. സാസുകയാണെങ്കിൽ അവന്റെ ബോഡിയിലെ കോട്ടും കയ്യിലുള്ള സ്വീറ്റ്സ് ഒക്കെ കൊടുത്ത് അവള് കയ്യിലെടുക്കാൻ നോക്കും. പക്ഷെ അവളാണെങ്കിൽ അതിലൊന്നും ഒട്ടും ഇംപ്രസ്ഡ് ആവാതെ ഇപ്പൊ തനിയെ പ്രാക്ടീസ് ചെയ്യാനായി ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് വരും. അപ്പോഴായിരിക്കും ബൊറൂട്ടോ അവനിപ്പോ അവളുടെ അടുത്തേക്ക് വന്ന്, സാസുകയെ നീ കണ്ടില്ലേ, നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടെയാണ് അദ്ദേഹം ഇവിടെ വന്നത്. അതിന് സാറട അവൾ നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ബൊറൂട്ടോട് പറയും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ സാറടയുടെ ആറ്റിറ്റ്യൂഡ് തീരെ ഇഷ്ടാവില്ല. നിനക്ക് ഇത്രയും ക്രൂര മനസ്സാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും കാലത്തിന് ശേഷം നിന്നെ കാണാനാണ് നിന്റെ പപ്പ ഇന്ന് ഇവിടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ സ്നേഹം നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ബൊറൂട്ടോ ആണെങ്കിൽ അവളെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങും. അതേസമയം ഇവിടെ സാസുകയും ആകാശ് മാസ്റ്ററും അവർ രണ്ടുപേരും കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കും. അപ്പൊ അവിടേക്ക് സാക്കുറ വന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടെ സാസുകയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. സാക്കുറയാണെങ്കിൽ ഇപ്പൊ സാറുടെ നേച്ചർ എല്ലാം തന്നെ സാസുവയ്ക്ക് പറഞ്ഞു കൊടുക്കും. അവളും നിങ്ങളെപ്പോലെ തന്നെയാണ്, നിങ്ങളുടെ അതേ പവറും എബിലിറ്റിയും എല്ലാം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഹൊക്കാഗയായി തീരണം എന്നതാണ്. അത് കേട്ട് സാസുക അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് അവനും അവന്റെ ചേട്ടനെ ഹിറ്റാച്ച് ചെയ്യും. അവർ രണ്ടുപേരും ചേർന്നുണ്ടായിരുന്ന ആ നല്ല നല്ല ഓർമ്മകള് അത് മുഴുവൻ അവനങ്ങനെ ഓർത്ത് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ സാറുടെ കാണിക്കും. അവളാണെങ്കിൽ ഷൂരിംഗൻ ട്രെയിനിങ് എടുക്കുകയാണ്. ഉടനെ സാസുക അവിടേക്ക് വന്ന് അവളോടൊപ്പം ട്രെയിനിങ് എടുക്കാൻ തുടങ്ങും. സാറടയ്ക്കാണെങ്കിൽ അവളുടെ പപ്പയുടെ കൂടെ ട്രെയിനിങ് എടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ രണ്ടുപേരും ഒത്തിരി സന്തോഷത്തില് ആവേശത്തില് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. സാസുകയുടെ ഷുരീങ്കനേറ് അത് കണ്ട് സാറുടെ ഷോക്കാവും. ആ ഒരു കട്ട അത് വെള്ളത്തിലൂടെ പൊട്ടി താഴേക്ക് പോയിട്ടും സാസുക കറക്റ്റ് ആയിട്ട് അതിനെ എയിം ചെയ്ത് അടിക്കുകയാണ്. അതിനുശേഷം സാസുക അവളുടെ തലയിലൊക്കെ തട്ടിക്കൊടുത്ത് അവളെ സന്തോഷമാക്കി അവളെ ഹാപ്പിയാക്കി മാറ്റി തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പൊ നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ സാറുടെയും സാസുകയും അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് കൈപിടിച്ച് നടന്നു പോകുന്നത് കണ്ട് അവനും ഒത്തിരി സന്തോഷം തോന്നും. ബൊറൂട്ടോയും ദേഷ്യമൊക്കെ മാറ്റിവെച്ച് നറൂട്ടോയെ കാണും വീട്ടിലേക്ക് വരികയാണ്. നറൂട്ടോ ആണെങ്കിൽ ബൊറൂട്ടോട് സോറി പറയും. അതിനുശേഷം ടെൻടൻ കൊടുത്ത ആ ഒരു കുണോയ് അത് ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഓരോ ഫാമിലി ആയിട്ട് കാണിക്കും. നറൂട്ടോ ഫാമിലി, സാറട ഫാമിലി,
ഷിക്കം ഒരു ഫാമിലി എന്നിങ്ങനെ എല്ലാ ഫാമിലിയും അവരെല്ലാവരും അവരുടെ ഫാമിലിയോടൊപ്പം ഈ ഒരു ഫാമിലിയുടെ അത് അടിച്ചു പൊളിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മാസ്റ്റർ ഷീനോ ആളിപ്പോഴും ആ ഒരു ബൊമ്മ അതിനെ താഴെ വെക്കാതെ കൊഞ്ചിച്ചും കുറുവിച്ചും അതുമായിട്ട് കളിച്ചുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹനാബിയാൻ ടീമിനെ കാണിക്കും. അവരുടെ തൊട്ടു മുൻപില് വലിയൊരു കൊള്ള സംഘം. ഹനാബിയാൻ ടീം അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ കൊള്ള സംഘം അവര് കൂട്ടം ചേർന്ന് ഇപ്പൊ ഹനാബി ടീമിനെ അറ്റാക്ക് ചെയ്യാണ്. നാമിടയ്ക്കാണെങ്കിൽ അവളുടെ കയ്യിൽ വലിയ രീതിയിൽ പരിക്ക് പറ്റും. അതുകൊണ്ട് ബാക്കിയുള്ളവർ അവളോട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പറയും. അടുത്ത നിമിഷം നാമിട അവള് നിലവിളിച്ച് കാറും. ആ ഒരു വേവ്സില് ആ വില്ലന്മാരെല്ലാവരും തകർന്ന് താഴേക്ക് വീഴും. അടുത്ത മിനിറ്റ് തന്നെ അവരെല്ലാവരും ചേർന്ന് ആ വില്ലന്മാരെ പിടിച്ചു കെട്ടും. പക്ഷെ എന്താ അവളുടെ ടീമിലുള്ള ആർക്കും ഇപ്പൊ കാത് കേൾക്കില്ല. കട്ട് ചെയ്ത മിഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവർ 3 പേരും ഇപ്പൊ ബറൂട്ടോ ടീമിന്റെ അടുത്തേക്ക് വരും. സാക്കുറ ചോദിക്കും എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് നാമിട പറയും എന്റെ ജിപ്സു പവർ കാരണം ഇവരുടെ എല്ലാവരുടെയും കേൾവി അത് നഷ്ടപ്പെട്ടു പോയി. സാക്കുറയ്ക്കാണെങ്കില് ആരുടെക്കാണെങ്കില് അത് കേട്ട് കുറച്ച് ചിരിയും വരും. അവളിപ്പോ നാമിടയുടെ തോളിൽ തട്ടി പറയും കുഴപ്പമില്ല, ആക്ച്വലി നിന്റെ പവർ അത് ശരിക്കും നല്ല പവർഫുൾ ആണ്. നമ്മുടെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊന്നും സുമേരയ്ക്കും വഹാബിക്കും മനസ്സിലാവില്ല. ബൊറൂട്ടോയും സാറയുടെയും അവർ ഒരുപാട് ശബ്ദം ഉയർത്തി സംസാരിക്കുമെങ്കിലും അവർ കേൾക്കില്ല. അതിന് നാമിട പറയും ഇനി ഒരിക്കലും ഞാൻ എൻ്റെ സൗണ്ട് പവർ അത് ഉപയോഗിക്കില്ല, ഇതിനു പകരം മറ്റെന്തെങ്കിലും ഒരു പവർ ഞാൻ പഠിച്ചെടുക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നാമിട അവൾ ഇത്തവണ വാട്ടർ സ്റ്റൈൽ പവറൊക്കെ ഉപയോഗിച്ചായിരിക്കും ട്രെയിനിങ് എടുക്കുക. അവൾ എത്രത്തോളം ശ്രമിച്ചിട്ടും അതിൽ അവൾക്ക് എക്സ്പേർട്ട് ആവാൻ കഴിയില്ല. ഉടനെ അവളുടെ ടീംമേറ്റ്സ് പറയും നാമിട പ്ലീസ് ദയവ് ചെയ്ത് നീ നിന്റെ സൗണ്ട് പവർ അത് തന്നെ യൂസ് ചെയ്യേ. പക്ഷെ അവൾ ടെൻഷനായിട്ട് ദേഷ്യപ്പെട്ട് പറയും ഒരിക്കലുമില്ല, ഒരു കാരണവശാലും ഞാൻ ആ പവർ യൂസ് ചെയ്യില്ല. അവളുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ഇപ്പൊ സുമൈര് അവളാണെങ്കിൽ എങ്ങനെ വാട്ടർ സ്റ്റൈൽ പവർ ഉപയോഗിക്കണം എന്ന് കറക്റ്റായിട്ട് നാമിടയ്ക്ക് കാണിച്ചു കൊടുക്കും. അവൾ അതനുസരിച്ച് വീണ്ടും വീണ്ടും ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. ഉടനെ മാസ്റ്ററും അവളും അവർ രണ്ടുപേരും ഇപ്പൊ കട്ടയ്ക്ക് ട്രെയിനിങ് ഒക്കെ എടുക്കുകയാണ്. അതിനുശേഷം അവൾ വീണ്ടും ആ വാട്ടർ പവർ റിലീസ് ചെയ്യും. പക്ഷെ ഇപ്പോഴും അവളെ കൊണ്ട് പവർഫുള്ളായി അത് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ മാസ്റ്റർ ആണെങ്കിൽ അവൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. കമോൺ കമോൺ, നിന്നെ കൊണ്ട് കഴിയും, അവിടെ യു ക്യാൻ എന്നൊക്കെ പറഞ്ഞ് അവളെ ബൂസ്റ്റ് ചെയ്യാണ്. ആ ഒരു ബൂസ്റ്റിങ്ങില് അവളുടെ പവർ ഇത് കുറേശ്ശെ എൻഹാൻസ് ചെയ്ത് ഇപ്പൊ വലിയൊരു മരക്കട്ട അത് വാട്ടർ സ്റ്റൈൽ ഉപയോഗിച്ച് തകർക്കാൻ റെഡി ആയിട്ട് നിൽക്കും. അങ്ങനെ ഒരുപാട് നേരം അവൾ ട്രെയിനിങ് ഒക്കെ എടുത്ത് ടയർഡായി ഇപ്പൊ തിരികെ പോവാണ്. നെക്സ്റ്റ് ഡേ അവര് 3 പേരും മാസ്റ്റർ ഒക്കെ ചേർന്നായിരിക്കും ഇപ്പൊ ട്രെയിനിങ് എടുക്കുക. ഇത്തവണ ന്യൂ ആനിമലിനെ ക്രിയേറ്റ് ചെയ്ത് അവർ വേറെ ലെവലില് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കും. അങ്ങനെ ട്രെയിനിങ്ങിന്റെ അവസാനം ഇപ്പൊ നാമിട അവൾ ആ മരക്കട്ട അത് വാട്ടർ പവർ ഉപയോഗിച്ച് ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. കട്ട് ചെയ്ത അതിനുശേഷം അവർക്കിപ്പോ പുതിയൊരു മിഷൻ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരാളെ സേഫായി ബോർഡറിലേക്ക് കൊണ്ടുപോവുക. ആ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നാഷണൽ പ്രഷറൊക്കെ ഒരു ബോക്സിൽ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. അധികം വൈകാതെ തന്നെ അവർ ആ ട്രഷർ എല്ലാം എടുത്ത് യാത്ര ആരംഭിക്കും. പക്ഷെ അല്പദൂരം മുൻപോട്ട് പോകുമ്പോഴേക്കും ആ കള്ളക്കൂട്ടം അവർ വീണ്ടും ഇപ്പൊ നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാണ്. നാമിട അവൾ പുതുതായിട്ട് പഠിച്ചെടുത്ത ആ വാട്ടർ ജിപ്സു അതുപയോഗിച്ച് അവർ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവരാണെങ്കിൽ അതിൽ നിന്നെല്ലാം ജസ്റ്റ് രക്ഷപ്പെട്ട് ഇപ്പൊ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ആ വില്ലന്മാര് വീണ്ടും റൗണ്ട് ചെയ്ത് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഉടനെ ന്യൂ ആനിമൽ ഉപയോഗിച്ച് അവർ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും അവരെ ഓടിക്കാനായിട്ട് ആവുന്നത്ര ശ്രമിക്കും. പക്ഷെ എന്താ ആ വില്ലന്മാര് അവരാണെങ്കിൽ മൊത്തം ബോക്സും അടിച്ചു മാറ്റി അവിടെ ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. മാസ്റ്ററും ആ നോയി ആനിമലും അവർ രണ്ടുപേരും ആ വില്ലന്മാരുടെ പിന്നാലെ ഓടും. ബാക്കിയുള്ളവരെല്ലാവരും ആ ട്രഷർ കൊണ്ടുവന്നവരെ പ്രൊട്ടക്ട് ചെയ്ത് അവിടെ തന്നെ നിൽക്കും. ഉടനെ അതിൽ ആ മെയിൻ മർച്ചൻഡൈസർ ആളാണെങ്കിൽ ആ സ്ക്രോളുകളിലെല്ലാം വെച്ച് ഏറ്റവും വാല്യൂ ഉള്ള ഹൊക്കാഗെ എഴുതിയ ആ ട്രഷർ സ്ക്രോള് അതാരും അറിയാതെ ആളുടെ ബോഡിയിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. പറയും പേടിക്കേണ്ട ആവശ്യമില്ല, മെയിൻ ട്രഷർ അതെന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അടുത്ത നിമിഷം ആ വില്ലന്മാര് അവര് വീണ്ടും അവിടേക്ക് തിരിച്ചു വരികയാണ്. അതില് മെയിൻ വില്ലൻ ആണെങ്കിൽ ഒരു എർത്ത് സ്റ്റൈൽ ജിപ്സ് ഉണ്ടാക്കി അതില് നമ്മുടെ ടീമിൽ ഓരോരുത്തരായിട്ട് അങ്ങനെ മണ്ണിലേക്ക് ഇറക്കുകയാണ്. വില്ലന്മാരാണെങ്കിൽ ആ സ്ക്രോളുമായിട്ട് കടന്നു കളയാണ്. ഉടനെ ചുറ്റുമുള്ളവരെല്ലാവരും നമ്മുടെ ബൂസ്റ്റ് ചെയ്യാണ്. കമോൺ, നിന്റെ സൗണ്ട് പവർ അതിപ്പോ ഉപയോഗിക്ക്. അത് കേൾക്കേണ്ട താമസം അവളുടെ പവർ മുഴുവൻ ആ വില്ലന്മാരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും. ആ എക്കോ പവർ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ആ വില്ലന്റെ ബോഡിയിൽ ആഞ്ഞടിച്ച് അവന്റെ കഥ കഴിയും. സ്ക്രോൾ ആണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് പതിയെ താഴേക്ക് വീഴാണ്. അങ്ങനെ ഒരു വിധത്തില് ആ സ്ക്രോൾ തിരികെ പിടിച്ച് ഇപ്പൊ ആ ഒരു ടീം നമ്മുടെ ബൊറൂട്ടോ ടീമിന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ രണ്ട് ടീമും ഹാപ്പിയായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.